ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 5ാമത്തെ ചാപ്റ്റർ ആവും നിങ്ങളെ കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ്, സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും. നമ്മളതിൻ്റെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആൻസർ ടെസ്റ്റ് വായിച്ചിട്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഉത്തരവ് എഴുതിയത്. ഇനി അഥവാ ആ ഫസ്റ്റ് പാർട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ഓടിച്ചിട്ട് ഞാൻ ആ 10 എണ്ണം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി വായിച്ചിട്ട് നോട്ട് എഴുതാം. നോക്കിക്കേ, there are the word of our first prime minister Jawaharlal Nehru in this book, the discovery of India, describing the diversity of India. ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ കുറിച്ച വാക്കുകളാണ് ഇവ. വാട്ട് ആർ ദ ഡൈവേഴ്സിറ്റീസ് മെൻഷൻഡ് ഹിയർ? എന്തൊക്കെ വൈവിധ്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ലാംഗ്വേജ് ഉണ്ട്, ട്രഡീഷൻ ഉണ്ട്, റിലീജിയൻ ഉണ്ട്, ഫെസ്റ്റിവൽ ഉണ്ട്, കൾച്ചർ ഉണ്ട്, വേറെ ഇങ്ങനെ അതിൽ പ്രധാനപ്പെട്ട 5 എണ്ണം കേട്ടോ. ഭാഷയുടെ കാര്യം, ഭാഷ, പാരമ്പര്യം, മതം, ഉത്സവങ്ങൾ, സംസ്കാരം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ ഇതിനകത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അടുത്ത രണ്ടാമത്തത്, വാട്ട് ഓൾ സിമിലർ ഫീച്ചേഴ്സ് ആർ ദർ ബിറ്റ്വീൻ ദ ഓണം ഫെസ്റ്റിവൽ ഇൻ കേരള ആൻഡ് ദ തീജ്? പേരൊന്ന് ഓർത്തോണോ നിങ്ങളെ, തീജ് എന്ന് കേട്ടോ, ഫെസ്റ്റിവൽ ഇൻ രാജസ്ഥാൻ. ഓണത്തോട് സാമ്യമുള്ള എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിലെ തീജ് ആഘോഷത്തിന് ഉള്ളത്? രാജസ്ഥാനിൽ ശ്രാവണ മന്ത് സ്വീറ്റ്സ് ഫീസ്റ്റിംഗ് അറ്റ് റിലേറ്റീവ്സ് ഹൗസസ്, പുട്ട് സിംഗ് ന്യൂ ക്ലോത്ത്. എന്നാൽ കേരളയിലോ ചിങ്ങമാസത്തിലാണ് അല്ലേ, മറ്റേ ശ്രാവണ മാസം എന്നാവും നിങ്ങളെ രാജസ്ഥാനി പറയുന്നത്. ഈ ചിങ്ങമാസത്തിനാണ് അവർ ശ്രാവണ മാസം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പുട്ട് സിംഗ് ന്യൂ ക്ലോത്ത്സ്, സ്വീറ്റ് ഫീസ്റ്റിംഗ് അറ്റ് റിലേറ്റീവ്സ്. അതായത് ശ്രാവണ മാസത്തിലാണ് തീജ് രാജസ്ഥാനുകാർ ആഘോഷിക്കുന്നത്. മധുര പലഹാരങ്ങൾ, ഊഞ്ഞാല്, പുതുവസ്ത്രങ്ങൾ, ബന്ധുവീടുകളിൽ വിരുന്ന് പോകുന്നു, ഇതൊക്കെ ഓണത്തിനുണ്ട് അല്ലേ. കേരളത്തിലോ ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. പുതുവസ്ത്രം, ഊഞ്ഞാല്, മധുര പലഹാരങ്ങൾ, ബന്ധുവീടുകളിൽ വിരുന്ന് പോകുന്നു, ഇതെല്ലാം നമ്മൾ കേരളത്തിലും ഓണത്തിന് ആഘോഷിക്കുന്നതാണ് അല്ലേ. അപ്പം രാജസ്ഥാനും കേരളവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ക്വസ്റ്റ്യന്. ഓരോന്നും വ്യക്തമായിട്ട് എഴുതിയെടുക്കണം കേട്ടോ, കാണാൻ വായിക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ രാജസ്ഥാൻ ദാറ്റ് ആർ ഡിഫറൻറ്റ് ഫ്രം കേരള? കേരളത്തിൽ നിന്നും വ്യത്യസ്തമായ എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിൽ കാണാൻ കഴിയുന്നത്? രാജസ്ഥാനിൽ പുഷ്കർ മേളയുണ്ട് നിങ്ങളെ, പുഷ്കർ മേള, ഗജമേള, മാർഷൽ ബ്ലിസ്ലൗ, ഡിവോഷൻസ് ബിറ്റ്വീൻ പാർവതി ആൻഡ് ശിവ. കേരളത്തിലോ ബോട്ട് റേസ്, ഫ്ലവർ കാർപ്പറ്റ്, സെലിബ്രേറ്റഡ് 10 ഡേയ്സ്, ഹോം കമ്മിങ് ഓഫ് മഹാബലി. അതായത് രാജസ്ഥാനിൽ പുഷ്കർ മേളയുണ്ട്, ഗജമേളയുണ്ട്, നമ്മുടെ ശിവനെയും പാർവതിയെയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് രാജസ്ഥാനുകാർ അത് വലിയൊരു ആഘോഷമായിട്ട് അവരെടുക്കുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് വള്ളംകളി ഇല്ലേ, ഉത്രട്ടാതി വള്ളംകളി ഇല്ലേ കുഞ്ഞുങ്ങളെ, നമുക്കൊരു അവധി കിട്ടുന്നതാണ് അല്ലേ, പത്തനംതിട്ട ജില്ലയ്ക്കേ ഉള്ളൂ അല്ലേ ഉത്രട്ടാതി വള്ളംകളി. പിന്നെ നമ്മൾ പൂക്കളം 10 ദിവസവും നമ്മൾ എന്ത് ചെയ്തു, അത്തം മുതൽ അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്തിരാടം, തിരുവോണം 10 ദിവസത്തെ നമ്മളെ അത്തപ്പൂ ഇടുന്നുണ്ട്. മഹാബലിയുടെ ഗൃഹപ്രവേശം അതൊക്കെ കേട്ടോ, ഹോം കമ്മിങ് ഓഫ് മഹാബലി, മഹാബലി 10ാമത്തെ ദിവസം വരുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അല്ലേ. അതിനെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഒത്തിരി ഉണ്ട്, നമുക്കതൊന്നുമല്ല നമ്മുടെ കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. മൂന്നാമത്തെ. അടുത്ത 4ാമത്തെ ചോദ്യം, എൻ്റെ നാട്, നമ്മുടെയൊക്കെ അവനവൻ്റെ നാടിനെ കുറിച്ച് അവിടുത്തെ ഫുഡ് എന്താണ്? ഇതിപ്പോൾ എൻ്റേതെന്ന് എഴുതിയെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ഇഷ്ടമുള്ളത് അത് എഴുതാനാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ആണ് ഫുഡ് ഇഷ്ടം കേട്ടോ. ഇപ്പം എല്ലാവരും ചുരിദാറുകളാണ്, പെണ്ണുങ്ങളെല്ലാം ചുരിദാറുകളും ആണുങ്ങളെല്ലാം അത് അവരവരുടെ ഇഷ്ടമില്ല, അവർക്ക് ഏതിട്ടാലും നല്ലതാണ് അല്ലേ. റൈസ്, അവരുടെ ഫുഡ് ഏതൊക്കെയാണെന്നാണ് നിങ്ങളെ ആദ്യം അവരുടെ ഡ്രസ്സല്ല ക്ലോത്തല്ല ചോദിച്ചാൽ ഫുഡാണ്. അപ്പോൾ ചോറ് അല്ലേ, നമ്മൾ എന്തൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും ചോറ് കഴിക്കുമ്പോൾ ഒരു അല്ലേ, ഇപ്പോൾ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ 1-2 ദിവസമൊക്കെ നമ്മൾ അടുപ്പിച്ച് കഴിക്കും, 3ാമത്തെ ദിവസം നമ്മൾ അല്ലേ വേണ്ടാന്ന്. പക്ഷേ ചോറ് നമ്മൾ അങ്ങനെ പറയുമോ? ഇല്ല, നമ്മുടെ മെയിൻ ആഹാരം തന്നെ റൈസാണ് അല്ലേ. പിന്നെ ഫിഷ്, ചിക്കൻ, ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾ എഴുതിക്കോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇഷ്ടമുള്ള ക്ലോത്തിങ്, വേഷങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ കൂടുതലും മലയാളികൾ സാരി, ഷർട്ട്, മുണ്ടും ഒക്കെ അല്ലേ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത് മലയാളമാണ്. നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ഓണം ആഘോഷിക്കും, ക്രിസ്മസ്, വിഷു, ദീപാവലി ഇതൊക്കെ നമ്മൾ ആഘോഷിക്കും. പിന്നെ
തിരുവാതിരകളി, മാർഗംകളി നമുക്കിഷ്ടമുള്ള അല്ലേ, ഇപ്പം ഒരുപാട് ഇല്ലേ ഓണപരിപാടികളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി. പിന്നെ മോണുമെൻറ്റ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ ജില്ലയിൽ എന്താണ് സ്മാരകമായിട്ടുള്ളത് അതങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇനി നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ കൾച്ചർ എന്നാവും. നിങ്ങൾ എന്താണ് സംസ്കാരം എന്നാൽ എന്താണ്? കൾച്ചർ ഈസ് ദാറ്റ് കോംപ്ലക്സ് ഹോൾ വിച്ച് ഇൻക്ലൂഡ്സ് നോളജ്, ബിലീഫ്, ആർട്ട്, മോറൽസ്, ലോ, custom and any other capabilities and habits acquired by man as a member of society. സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായങ്ങൾ, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം എന്ന് പറയുന്നത്. കൾച്ചർ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? സംസ്കാരം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കിടുമ്പോൾ കൾച്ചർ ഇല്ലാത്ത ഒരെണ്ണമാണ് അല്ലേ, സംസ്കാരമില്ലാത്ത ഒരെണ്ണം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇല്ലേ? അതെന്താ ഈ കൾച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ നമ്മളെല്ലാം ഓരോ അംഗമാണ് അല്ലേ, അതിൽ മനുഷ്യൻ ആർജിച്ച, നമ്മൾ ഓരോരുത്തരും ആർജിച്ച വിജ്ഞാനം, അറിവ് അല്ലേ, വിജ്ഞാനവും വിശ്വാസവും കല, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായങ്ങൾ, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ എല്ലാം ഒരു സങ്കീർണമായ ഇവയെല്ലാം മൊത്തത്തിലാണ്, ആകെത്തുകയാണ് നമ്മൾ സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നത്. 5. 6ാമത്തെ ചോദ്യം എന്താ? അടുത്ത സോഷ്യലിസം എന്നാൽ എന്താ? കൾച്ചർ എന്നാൽ എന്തെന്ന് അറിയണേ. സോഷ്യലിസം എന്നാൽ എന്താണ്? സോഷ്യലിസം ഈസ് ദ ലേണിംഗ് പ്രോസസ് through which we learn how to behave and interact within the society we live in. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യലൈസേഷൻ എന്നാൽ എന്തെന്നാണ് കുഞ്ഞുങ്ങളെ? സോഷ്യലൈസേഷൻ ഈസ് ദ ലേണിംഗ് പ്രോസസ് ത്രൂ വിച്ച് we learn how to behave and interact within the society we live in. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് പറയുന്നത്. അടുത്തത് കോമ്പോണൻറ്റ്സ് ഓഫ് കൾച്ചർ. സംസ്കാരത്തിൻ്റെ വിവിധ ഘടകങ്ങൾ എന്തെല്ലാം? ആർട്ട്, മ്യൂസിക്, ലിറ്ററേച്ചർ, ഫിലോസഫി, റിലീജിയൻ, സയൻസ് ആൻഡ് സോ ഓൺ ആർ ഓൾ ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ഓഫ് കൾച്ചർ. കല, സംഗീതം, സംസ്കാരം, തത്വചിന്ത, മതം, ശാസ്ത്രം എന്നിവയെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ വിവിധ ഘടകങ്ങളാണ്. 7. 8ാമത്തെ ചോദ്യം കൾച്ചർ ഹാസ്. ഇനി ഈ കൾച്ചറിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്നാ നോക്കണേ ഞങ്ങളെ. കൾച്ചർ ഹാസ് നല്ലപോലെ നോക്കണേ. മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കോമ്പോണൻറ്റ്സ്. കൾച്ചർ എന്ന് പറയുന്നത് അതായത് സംസ്കാരത്തിൽ ഭൗതികവുമുണ്ട് ഭൗതികേതരവുമായ ഘടകങ്ങളുണ്ട് കേട്ടോ. നല്ലപോലെ അറിയണേ ഏതൊക്കെയാ. കൾച്ചർ എന്ന് പറയുന്നത് ഭൗതികവുമുണ്ട് ഭൗതികേതരവുമായ ഘടകങ്ങളുണ്ട്. ഈ ഭൗതിക സംസ്കാരം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കൾച്ചർ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ഫുഡ്, ക്ലോത്തിങ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആൻഡ് സോ ഓൺ വിച്ച് which can be seen on the surface and are tangible are the components of material culture അല്ലേ. അതായത് നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതുമായ, നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ തുണി അല്ലേ, നമ്മുടെ വസ്ത്രം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വീട്ടിലെ വീട്ടുപകരണങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെ കാണാൻ പറ്റുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ഭൗതിക സംസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ ഈ കാണാൻ പറ്റാത്തതിനെ നമ്മൾ എന്ത് പറയുന്നു? നോൺ മെറ്റീരിയൽ കൾച്ചർ അല്ലേ. ഭൗതികേതര സംസ്കാരം, ഭൗതിക സംസ്കാരവും ഭൗതികേതര സംസ്കാരവുമാണ്. അതായത് ബിലീഫ്, ഒരാളോടുള്ള വിശ്വാസം എന്നൊക്കെ പറയത്തില്ലേ, എനിക്ക് നിന്നോടുള്ള വിശ്വാസം പോയി എന്നൊക്കെ പറയത്തില്ലേ, ബിലീഫ്. അതുപോലെ തന്നെ തോട്ട് അല്ലേ, തോട്ടെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ചിന്ത, ഐഡിയ, ആശയങ്ങൾ ആൻഡ് സോ ഓൺ വിച്ച് ആർ ഇൻവിസിബിൾ അല്ലേ, വിച്ച് ആർ ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആർ കോമ്പോണൻറ്റ്സ് ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ. അതായത് നമുക്ക് പ്രകടമായി കാണാൻ കഴിയാത്തതോ ടാഞ്ചിബിളാണ് അല്ലേ, ഇത് ടാഞ്ചിബിളുമാണ്, അതുപോലെ തന്നെ ഇൻവിസിബിളുമാണ്. കാണാൻ കഴിയാത്തതോ ഒരു രൂപവും ഇല്ലാത്തതോ ആയ വിശ്വാസം. നമുക്കൊരു സ്നേഹം, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല.
പറ്റുന്നുണ്ടോ? എനിക്ക് 50% നിരൂപ എന്തൊക്കെ പറയാനേ പറ്റത്തുള്ളൂ. കറക്റ്റ് ഒരു എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ബിലീഫ്, തോട്ട്, ഐഡിയ, സോ ഓൺ വിച്ച് ആർ ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആർ കോമ്പോണൻസ് ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ. പ്രകടമായി കാണാൻ കഴിയാത്തതോ രൂപമില്ലാത്തതോ ആയ വിശ്വാസങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ മുതലായവ ഭൗതികേതര സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ്. 8 എണ്ണം കേട്ടോ. കറക്റ്റ് ഇത് വേണേൽ 9ാമത്തെ ആയിട്ട് എഴുതാം കേട്ടോ നമ്പർ. അടുത്തത് എന്തോ ഈ മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും ഏതൊക്കെയാണെന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഭൗതികവാന്യങ്ങളെ മെറ്റീരിയലാണ്. കാണാൻ പറ്റാത്തതായ മതം, ഞാൻ ഇന്ന മതമാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ അറിയത്തുള്ളൂ ഞാൻ ഇന്ന മതമാണെന്നല്ലേ. അല്ലാതെ അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ബിലീഫ്, ഒരാളുടെ വിശ്വാസം, ലവ്, റെസ്പെക്റ്റ് അല്ലേ, ഓരോരുത്തരോട് ബഹുമാനം, നോളജ്, അറിവ്, മലയാളം ഭാഷ നമ്മളത് സംസാരിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ. അല്ലാതെ നമുക്കറിയാൻ പറ്റും. ഒരാൾ മിണ്ടാതെ അങ്ങ് നിൽക്കുക. അപ്പം ചില ആൾക്കാരെ കണ്ടാൽ ഏത് രാജ്യത്തിൻ്റെ ഇതും അതൊക്കെ പോട്ടെ. അപ്പം ഇവിടെ നമുക്കത് പറഞ്ഞെങ്കിലേ ഭാഷ അവിടെ വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നോക്കുന്നില്ല. നമുക്ക് കാണാൻ പറ്റാത്തതെല്ലാം നോൺ മെറ്റീരിയലാണ്, കാണാൻ പറ്റുന്നതെല്ലാം മെറ്റീരിയലുമാണ്. ആ ഒരു ഇതങ്ങ് ഓർത്താൽ മതി കേട്ടോ. അടുത്ത ഫൈൻഡ് ഔട്ട് ഹൗ മെനി ലാംഗ്വേജസ് ആർ പ്രിൻറ്റഡ് ഓൺ അവർ കറൻസി നോട്ട്. 15 ലാംഗ്വേജ് ആവും നിങ്ങളെ. RBI ആണ് നമ്മുടെ നോട്ട് അച്ചടിച്ച് ഇറക്കുന്നതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്തത് നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? 22 ഭാഷകളാണ് കേട്ടോ. 22 ഭാഷകൾ. ഓക്കെ. അടുത്ത അപ്പോൾ നമ്മൾ ഇത്രയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. ഇതൊക്കെ കേട്ടോ, ഇതൊക്കെ നമ്മൾ അന്നേരം പറഞ്ഞതാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്കിന്ന് ബാക്കി നോക്കാം. നമ്മളിനിയും സംസ്കാരത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് ഞങ്ങളെ പഠിക്കുന്നത്. സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ. അതാണ് ഇവിടെ ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ? ഇവിടെ മുതലാണ് നമ്മൾ ഇനിയും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ നോക്കൂ നിങ്ങൾ. ഒരു 5 എണ്ണം ഉണ്ട്. ഈ പേര് നല്ലതുപോലെ അങ്ങ് പഠിക്കണം. 1, കൾച്ചർ ഈസ് ലേൺഡ്. സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അത് പഠിച്ചെടുക്കുന്ന ഒന്നാണ് സംസ്കാരം എന്ന് പറയും അല്ലേ. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന സംസ്കാരം നമുക്കും വരും. അത് കണ്ടല്ലേ നമ്മൾ വളരുന്നത് അല്ലേ. കൾച്ചർ ഈസ് ഷെയർഡ്. സംസ്കാരം പങ്കുവയ്ക്കുന്നതാണ്. സംസ്കാരം എന്ന് പറയുന്നത് ഷെയർ ചെയ്യുക അല്ലേ. ഷെയർഡ്, പങ്കുവയ്ക്കുന്നതാണ്. കൾച്ചർ ഈസ് സിംബോളിക്കാണ്. ഇതൊരു പ്രതീകാത്മകമാണ് സംസ്കാരം. കൾച്ചർ ഈസ് ഡൈനാമിക്കാണ്. ചലനാത്മകമാണ്. ഡൈനാമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചലനാത്മകമാണ്. കൾച്ചർ ഈസ് കസ്റ്റമറി. ഒരു സാമ്പ്രദായികമാണ് കേട്ടോ. ഇതൊക്കെ ഈ 5 പോയിന്റ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഇതിൻ്റെ മെയിൻ പോയിന്റുകളാണ്. സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ഓഫ് കൾച്ചർ. ഈ 5 പോയിന്റിന് തന്നെ കറക്റ്റ് മാർക്ക് തരും. ഇനി ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാവുന്നവരങ്ങ് എഴുതി അങ്ങ് വെക്കുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഈ 5 പോയിന്റ് നല്ല പഠിക്കാൻ എളുപ്പമല്ലേ, കാരണം ഇതെല്ലാം ഒന്നാണ്. അപ്പോൾ ഈ വാക്ക് പഠിച്ചാൽ മതി. ലേൺഡ്, ഷെയർഡ്, സിംബോളിക്, ഡൈനാമിക്, കസ്റ്റമറി. ആ വാക്കങ്ങ് പഠിച്ചാൽ പോരെ, അത്ര എഴുതി കൂടായോ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ കുഞ്ഞുങ്ങളെ, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണല്ലോ ഓണം. നിങ്ങൾ വിദ്യാലയത്തിൽ ഓണം ആഘോഷിക്കാറുണ്ടല്ലോ. ഓണാഘോഷത്തിനായിട്ട് എന്തെല്ലാം ഒരുക്കങ്ങളാണ് നടത്താറുള്ളത് എന്നാണ് ചോദ്യം. ഞങ്ങളിവിടെ ഓണപരിപാടിയൊക്കെ നടത്തിയായിരുന്നു കുഞ്ഞുങ്ങളെ. നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി. അതിനകത്ത് നമ്മുടെ പിള്ളേരെയൊക്കെ നിർത്തി ഫോട്ടോ എടുത്ത് CBSEയും കേരള സിലബസിനെയൊക്കെ നമ്മൾ പാർട്ടായിട്ട് നിർത്തിയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ അത്തപ്പൂക്കളവും പിള്ളേരെയൊക്കെ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. വാട്ട് ആർ ദ പ്രിപ്പറേഷൻസ് മെയ്ഡ് ഫോർ ഓണം സെലിബ്രേഷൻ. ഓണാഘോഷത്തിനായിട്ട് എന്തെല്ലാം ഒരുക്കങ്ങളാണ് നടത്താറുള്ളത്? സദ്യ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെയും സദ്യ ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ടോ. ഫ്ലവർ കാർപ്പർ അല്ലേ. ഇവിടെ പൂക്കളം ഇട്ടായിരുന്നു. ഊഞ്ഞാൽ, ഓണപ്പാട്ട്, പിന്നെ ഓണക്കളി, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ അവിടെ. ഇത് തന്നെ നിങ്ങൾ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയാൽ മതി കേട്ടോ. എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തൊട്ടാണ് ഓണപ്പൂ കണ്ട അത്തപ്പൂവ്, സദ്യ, ടീച്ചർമാരൊക്കെ വിളമ്പുന്നുണ്ടോ. ഓക്കെ, അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നാവും നിങ്ങളെ? അതാണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ്? ഫ്രം വെയർ ഡിഡ് യു ലേൺ ഓൾ ദീസ് തിങ്സ്? ഒന്നുകിൽ ഗ്രാൻഡ് പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ ബുക്കുകളിൽ നിന്നൊക്കെയാണ് നമ്മളിത് വായിച്ച് അല്ലേ. ഓണം ഉണ്ടെന്നും ചിങ്ങമാസത്തിൽ ഓണം ഉണ്ടെന്നും ആ ഓണത്തിന് അത്തപ്പൂ ഇടണമെന്നും അന്ന് മഹാബലി വരുമെന്നും ഇങ്ങനെയൊക്കെ ഒരുപാട് സങ്കല്പങ്ങൾ, ഊഞ്ഞാലിടുന്നതും ഇതൊക്കെ എവിടുന്നാ? പണ്ട് പോലെ നമ്മൾ ഒരു അറിയാവുന്ന കാലം മുതലേ ഇതെല്ലാം നമ്മൾ കാണുന്നത്. ഇതെങ്ങനെയാണ്
പഴയ മുത്തശ്ശിമാരിൽ നിന്നുമായിരിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നോക്കണേ, എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. ഈ പാഠം സത്യത്തിൽ കറക്റ്റ് നിങ്ങളിന്ന് വായിച്ചറിയാനുള്ള ഒരു പാഠം, ഇതിനകത്തിൽ നോട്ടായിട്ടൊന്നുമില്ല, നല്ലപോലെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പാഠമാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, സംസ്കാരം എന്ന് പറയുന്നത് ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒന്നല്ല. കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവയുമായുള്ള ഇടപെടലുകളിലൂടെ ഇപ്പം എൻ്റെ നാക്ക് ഊരിപ്പോയനില്ലേ നടക്കുന്ന സാമൂഹീകരണ പ്രക്രിയ വഴി നാം ആർജിച്ചെടുക്കുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. മുതിർന്നവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയെന്ന് നാം കുടുംബത്തിൽ നിന്നാണ് പൊതുവേ പഠിക്കുന്നത്. ചില ആൾക്കാരുണ്ടല്ലേ, ചിലതെന്നല്ല, അതാ കുഞ്ഞുങ്ങളെ മര്യാദ. നമ്മളിപ്പോൾ അവിടെ ഇരുന്നപ്പം മുതിർന്ന ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കുക, അവിടെ തന്നെ ഇരുന്നു, നീ സ്ഥലം പോകുമെന്ന് ചോദിച്ചാൽ ഒന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കുക എന്നുള്ളതൊരു മര്യാദയാണ് കേട്ടോ. മുതിർന്നവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയെന്ന് നാം കുടുംബത്തിൽ നിന്നാണ് പൊതുവേ പഠിക്കുന്നത്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, കുഞ്ഞുങ്ങളെവിടെ മുതിർന്നവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയെന്ന് നാം കുടുംബത്തിൽ നിന്നാണ് പൊതുവെ പഠിക്കുന്നത്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവിടങ്ങളിൽ നിന്നുമാണ് നാം പഠിക്കുന്നത്. സമൂഹത്തെയും വ്യക്തികളെയും രൂപപ്പെടുത്തുന്നതിൽ സംസ്കാരം പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും, ഏതൊരു വ്യക്തിയാണെങ്കിലും അയാളുടെ സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതാണ് സ്വസംസ്കാര മാർജിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആൻസറാണ്. എന്താണെന്നറിയോ അതിൻ്റെ ഇംഗ്ലീഷ്? നോക്കൂ കുഞ്ഞുങ്ങളെ, കൾച്ചറേഷൻ അതങ്ങ് എഴുതിയെടുക്കണേ. ഞാനതൊന്ന് ഗ്യാപ്പിട്ട് എഴുതിയത് നിങ്ങൾക്ക് ആദ്യമായിട്ട് വായിക്കുമ്പോൾ എന്താണെന്ന് തെറ്റായിരിക്കാൻ വേണ്ടിയാണ്. ഒറ്റ വാക്കാണ്. സംസ്കാരം ആർജിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? Enculturation is an individuals learning and habitualizing എന്നാണ് കേട്ടോ. ഹാബിച്വലൈസിങ് ദെയർ ഓൺ കൾച്ചർ. ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതാണ് സ്വസംസ്കാരമാർജിക്കൽ എന്ന് പറയുന്നത്. 14. 15ാമത്തെ ചോദ്യം. ഓക്കെ, അതെ, നിങ്ങൾ പഠിച്ചെടുത്ത ചില സംസ്കാര രീതികൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചെടുത്തത്? കുഞ്ഞുങ്ങളെ, നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോഴേ രാവിലെ ഫസ്റ്റ് നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പം അധ്യാപകരോടൊരു ഗുഡ് മോർണിംഗ് പറയുക എന്നുള്ളത് നല്ലൊരു ശീലമാണ് കേട്ടോ. അത് ഒരു ബഹുമാനമാണ്. രാവിലെ കാണുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്നൊന്ന് പറയും. ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി നിങ്ങളൊന്ന് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതുവരെ നിങ്ങളത് പറഞ്ഞിട്ടില്ല. രാവിലെ നമ്മൾ ചെന്ന് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു, ടീച്ചർ വരുന്നു അല്ലേ, ഇങ്ങനെ. പക്ഷേ ഇനി നിങ്ങൾ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്നൊന്ന് പറയണേ. അപ്പം നിങ്ങൾക്ക് തിരിച്ചെന്താ പറയുന്നത് എന്നൊക്കെ ഒന്ന് നോക്കണേ കേട്ടോ. അപ്പം നമ്മൾ നമസ്തേ പറയുന്നു അല്ലേ. അതുപോലെ ടീച്ചർ ക്ലാസ്സിലോട്ട് കയറി വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുഡ് മോർണിംഗ് ടീച്ചർ അല്ലെങ്കിൽ നമസ്തേ ടീച്ചർ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ദേശീയ ഗാനം, രാവിലെ പ്രെയർ രാവിലെ ഉണ്ടല്ലോ, രാവിലെ വൈകിട്ടും നമ്മൾ രാവിലെ ദേശീയഗാനമില്ല, ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു അല്ലേ. സ്റ്റാൻഡപ്പ് ഡ്യൂറിങ് ദ നാഷണൽ ആന്തം. മുതിർന്നവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും എന്നുണ്ട് അല്ലേ. സ്റ്റാൻഡിങ് അപ്പ് വെൻ എൽഡേഴ്സ്. മുതിർന്നവർ വരുമ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ പണ്ട് മുതലേ അല്ലേ നിങ്ങൾ പഠിച്ചെടുത്ത ചില സംസ്കാര രീതികളാണ്. അത് ഓരോരുത്തരുടെയും സംസ്കാരമാണെന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. സംസ്കാരം പങ്കുവയ്ക്കുന്നത്, കൾച്ചർ ഈസ് ഷെയർ. അതായത് വിദ്യാലയത്തിൽ നിങ്ങൾ കൂട്ടുകാർ ഒന്നിച്ചിരുന്നല്ലേ ഓണസദ്യ കഴിക്കാറുള്ളത്? അതിപ്പോൾ ഓണസദ്യ എന്നല്ല, നമ്മളിപ്പം സ്കൂളിൽ കൊണ്ടുവന്ന ചോറാണെങ്കിലും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നല്ലേ കുഞ്ഞുങ്ങളെ കഴിക്കുന്നത് അല്ലേ. അവിടെ പണക്കാരൻ്റെ കുട്ടികൾ അപ്പുറത്ത് പോയിരുന്ന് കഴിക്കൂ, പാവപ്പെട്ടവൻ്റെ ഇപ്പുറത്തിരുന്ന് കഴിക്കൂ, കറുത്ത വർഗ്ഗക്കാർ അപ്പുറത്ത് പോകൂ, വെളുത്ത വർഗ്ഗക്കാർ ഇങ്ങോട്ട് പോകൂ, മറ്റേ ജാതിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് അങ്ങനെ ഒരു ഇതുമില്ല അല്ലേ. എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ അല്ലേ. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഒരു ഇതുമില്ല. അപ്പോൾ അതുപോലെ പറയുന്ന വിദ്യാലയത്തിൽ നിങ്ങൾ കൂട്ടുകാർ ഒന്നിച്ചിരുന്ന് നമ്മളല്ലേ സന്തോഷത്തോടെ അവരുടെ കൂട്ടാനൊക്കെ ഷെയർ ചെയ്ത് അതൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഒരു ഇതാണ് അല്ലേ. ഓണസദ്യ കഴിക്കാറുള്ളതും അതുപോലെ ഒന്നിച്ചിരുന്ന്, ഇന്നത്തെ കാലത്തല്ലേ ഓണസദ്യ കഴിക്കുന്നതും ഒരുമിച്ചിരുന്നല്ലേ കുഞ്ഞുങ്ങളെ. ഓണസദ്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ? എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പീപ്പിൾ ഫ്രം ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി സിറ്റ് ടുഗദർ ആൻഡ് ഹാവ് ഫുഡ്. അതുപോലെ തന്നെ ഫുഡ് വിൽ ബി സെർവ്ഡ് ഓൺ ബനാന ലീഫ്, ഡിഷസ് ഓഫ് ഓൾ ദ ടേസ്റ്റ് വിൽ ബി സെർവ്ഡ്. ഇനി നമ്മൾ ഓണത്തിന് എന്താ ഇലയിട്ടല്ലേ ആഹാരം കഴിക്കുന്നത്? എല്ലാ രുചിയിലുമുള്ള വിഭവങ്ങൾ നമ്മൾ വിളമ്പുകയും ചെയ്യും. അത് വാഴയിലാണ് ഭക്ഷണം വിളമ്പുന്നത് അല്ലേ? പിന്നെ നമുക്ക് ഇഷ്ടം പോലെ എഴുതാൻ കുഞ്ഞുങ്ങളെ. ഞാനിവിടെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി എല്ലാം 1-2 പോയിന്റുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. കാരണം വലിയ ക്വസ്റ്റ്യൻ ആൻസർ അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ വയ്യ എന്ന് പറയരുത്. അതുകൊണ്ട് ഇനി ഓണസദ്യ എന്നത് കേവലം ഭക്ഷണം മാത്രമാണോ? സമൂഹത്തിലെ നാനാതുറകളിലുള്ളവർ ഒത്തുചേരുന്ന അനുഭവം കൂടിയല്ലേ? നിലത്തിരുന്ന് വാഴയിലയിൽ വിളമ്പിയ ഭക്ഷണം കഴിക്കുന്നത് പോലുള്ള പൊതു പാരമ്പര്യങ്ങൾ ഓണത്തിൻ്റെ ഭാഗമാണ്. ഇത് ഐക്യബോധവും സാമൂഹിക പങ്കാളിത്തവും വളർത്തുന്നു. ഭക്ഷണത്തിലൂടെയും ആഘോഷ ചടങ്ങുകളിലൂടെയും സംസ്കാരം കൂട്ടായി സ്വീകരിക്കുകയും കൈമാറുകയും ചെയ്യുന്നു. ഇപ്രകാരം സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ സംസ്കാരം പരസ്പരം പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. സംസ്കാരം പ്രതീകാത്മകമാണ്. നമ്മുടെ ദേശീയതയെ പ്രതിനിധീകരിക്കുന്ന എന്തെല്ലാം പ്രതീകങ്ങൾ നിങ്ങൾക്കറിയാം എന്നൊരു ചോദ്യമുണ്ടോ നിങ്ങൾ? ഏതാണ്ട് വാട്ട് ആർ ദ സിംബൽസ് ഡു യു നോ ദാറ്റ് റെപ്രസെൻറ്റ്സ് അവർ നാഷണലിസം? നമ്മുടെ ദേശീയതയെ പ്രതിനിധീകരിക്കുന്ന എന്തെല്ലാം പ്രതീകങ്ങൾ നമുക്കറിയാം? എന്തൊക്കെയുണ്ടോ നിങ്ങളെ? നമ്മുടെ ഇവിടെ പടം കൊടുത്തിട്ടുണ്ട് കണ്ടോ? അശോകചക്രം അല്ലേ? നമ്മുടെ ഫ്ലാഗ് അല്ലേ? ദേശത്തിൻ്റെ ഫ്ലാഗ്, നമ്മുടെ നാഷണൽ ബേർഡ് കണ്ടോ? പീകോക്ക്. ഇതൊക്കെ നാഷണൽ ആന്തം, നാഷണൽ ബേർഡ്, നാഷണൽ ആനിമല് അല്ലേ? നാഷണൽ ആനിമല്, പിന്നെ നാഷണൽ ബേർഡ്, നാഷണൽ ഫ്ലവർ, പിന്നെ നാഷണൽ പിന്നെന്താ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ദേശത്തിൻ്റെ നമുക്ക് പറയാനുണ്ട് അല്ലേ? ഇതൊക്കെ അറിയാമോ കുഞ്ഞുങ്ങളെ? ഞാൻ പറയണോ? നാഷണൽ ആന്തം ദേശീയ ഗാനമാണ്. നാഷണൽ ഫ്ലാഗ് എന്ന് വെച്ചാൽ ദേശീയ പതാക. പാട്രിയോട്ടിക് സോങ് അല്ലേ? ദേശഭക്തി ഗാനങ്ങളുണ്ട്. നമ്മുടെ ദേശത്തിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? നാഷണൽ ബേർഡ് പീകോക്ക്, നാഷണൽ ആന്തം ജനഗണമന, നാഷണൽ ആനിമൽസ് ടൈഗർ അല്ലേ? ഒരു നാഷണൽ ഫ്ലവർ ലോട്ടസ്, ഒത്തിരി ഉണ്ട്. അതുപോട്ടെ, നമുക്ക് അതല്ല നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ദേശത്തിൻ്റെയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോയി വിട്ടേക്കണം ഞാൻ കേട്ടോ. അവിടെ ചിത്രം നിരീക്ഷിക്കൂ. ഇന്ത്യൻ ദേശീയതയുടെയും സംസ്കാരത്തിൻ്റെയും ചില പ്രതീകങ്ങളാണിവ. ദേശീയ ഗാനം, ദേശീയ പതാക, ദേശഭക്തി ഗാനം എന്നിവ നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരം ദേശീയതയാണ്. ദേശീയത ദേശസ്നേഹത്തിൻ്റെയും ദേശീയ ഐക്യത്തിൻ്റെയും പ്രതിനിധീകരിക്കുന്നു. ഇതുപോലെ ഭാഷ, ആംഗ്യങ്ങൾ, അതായത് മുതിർന്നവരെയോ അതിഥികളെയോ കാണുമ്പോൾ കൈകൂപ്പുന്നത്, അതായത് ഇവിടെ ആംഗ്യം എന്നുദ്ദേശിക്കുന്നത് വസ്തുക്കൾ, അതായത് സ്മാരകങ്ങളും മത ചിഹ്നങ്ങളുമൊക്കെ, ഇതെല്ലാം പ്രതീകങ്ങളാണ്, സിംബലുകളാണ് അല്ലേ? സംസ്കാരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഈ പ്രതീകങ്ങൾ സംസ്കാരത്തെയും മൂല്യങ്ങളെയും പരിപോഷിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി വിവാഹ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ കൊച്ചുമക്കളോടും കൂട്ടുകാരോടും മുത്തശ്ശി വിവാഹ ആഘോഷത്തിൽ വന്ന മാറ്റങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ആ ചുവന്ന ബോക്സ് ഒന്ന് നോക്കണേ നിങ്ങൾ. എളുപ്പം ഒന്ന് വായിക്കാം. എൻ്റെ ചെറുപ്പകാലത്ത് വിവാഹങ്ങൾ വളരെ ലളിതമായിരുന്നു. ഞങ്ങളുടെ വിവാഹം നടന്നത് വീട്ടുമുറ്റത്തൊരുക്കിയ പന്തലിൽ വെച്ചായിരുന്നു. അടുത്ത ബന്ധുക്കളെയും കുടുംബക്കാരെയും മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ. എൻ്റെ ബന്ധുക്കൾ ചേർന്നാണ് ഭക്ഷണം അവിടെ പാകം ചെയ്തത്. വിവാഹ ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കുമായിരുന്നു അന്നത്തെ കാലത്ത് ശ്രദ്ധ കൂടുതലുണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ കൊച്ചുമകളുടെ വിവാഹം ഒരു ഉത്സവം തന്നെയായിരുന്നു. മനോഹരമായി അലങ്കരിച്ച അതിവിശാലമായ ഒരു ഓഡിറ്റോറിയം, വേദിയിൽ നിറയെ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഞങ്ങളുടെ കാലത്ത് വിവാഹത്തിന് ഒരൊറ്റ ദിവസത്തെ ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് മഞ്ഞൾ കല്യാണം, മൈലാഞ്ചിയിടൽ തുടങ്ങി വിവാഹത്തിന് മുമ്പ് തന്നെ എന്തെല്ലാം പുതിയ ആഘോഷങ്ങളാണ്. വിവാഹത്തിൻ്റെ നടത്തിപ്പിന് തന്നെ എന്തെല്ലാം മാറ്റങ്ങളാണ്. ഇവന്റ് മാനേജ്മെൻറ്റ് സംഘം ഉണ്ടായിരുന്നു അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്നത്. പാചകത്തിനും ഭക്ഷണത്തിനും വിളമ്പാനും പ്രത്യേക സംഘം തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത വിഭവങ്ങൾ സദ്യയിലുണ്ടായിരുന്നു. ലളിതമായ ചടങ്ങിൽ നിന്നും വിവാഹ രീതികൾ എത്രമാത്രം മാറിയിരിക്കുന്നു എന്ന് ആ മുത്തശ്ശി പറയുന്നതാണ് ആ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വിവാഹ രീതിയിൽ വന്നിരിക്കുന്ന ആധുനിക പ്രവണതകളെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. സേവ് ദ ഡേറ്റ്, ഇപ്പോൾ ഇല്ലേ കല്യാണത്തിന് മുമ്പേ തന്നെ സേവ് ദ ഡേറ്റ് ഉണ്ട്. പിന്നെ വിവാഹ രീതിയിൽ വന്നിരിക്കുന്ന ആധുനിക പ്രവണതകളെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ പറഞ്ഞത്. കല്യാണത്തിന് മുമ്പ് സേവ് ദ ഡേറ്റ്, മൈലാഞ്ചിയിടിയിൽ, പിന്നെ ഓഡിറ്റോറിയം ഉണ്ട്. വിവാഹ ചടങ്ങുകളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് മുത്തശ്ശി സൂചിപ്പിച്ചില്ലേ? എന്തൊക്കെയാണ് അവ നോക്കിക്കേ. വിവാഹ ചടങ്ങുകളിൽ വിവാഹ സൽക്കാരങ്ങളുണ്ട്, മാര്യേജ് റിസപ്ഷനുണ്ട്, മെഹന്തി ഇടിയിലുണ്ട്, ഹൽദിയുണ്ട് അല്ലേ? ഡാൻസ്, ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഒരു 5-6 പേരും കൊടുത്തേരും കേട്ടോ. അടുത്തത്
നോക്കുക, ബന്ധുക്കള്, സുഹൃത്തുക്കള്, നാട്ടുകാർ എന്നിങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്ന വിവാഹം ഒരു സാമൂഹിക കൂടിച്ചേരലാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ വിവാഹം പോലുള്ള ചടങ്ങുകൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ആർഭാടങ്ങളുടെ ഭാഗമായി ധാരാളം പുതിയ തൊഴിൽ മേഖലകൾ വികസിച്ച് വരികയും ഒട്ടേറെ പേരുടെ ഒട്ടേറെ പേർക്ക് തൊഴിൽ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിവാഹം പോലുള്ള ചടങ്ങുകൾ ആർഭാടമായി നടത്തുന്നതിന് പകരം വളരെ ലളിതമായി നടത്തുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചർച്ച ചെയ്യൂ എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം അല്ലേ, പണ്ട് കല്യാണത്തിന് ഒരു പെണ്ണിന് കുറച്ച് സ്വർണം കൊടുത്ത് വിടുക എന്നൊക്കെയായിരുന്നു ഒരു അച്ഛനും അമ്മയും ആദ്യം ചിന്തിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഫസ്റ്റ് ഏത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തും അല്ലേ, ആരെയൊക്കെ എത്ര ആയിരക്കണക്കിന് ആൾക്കാരെ വിളിക്കണം അല്ലേ, എത്രത്തോളം നമ്മൾ കാശ് കളയാവോ, സേവ് ദ ഡേറ്റ് എന്നും പറഞ്ഞ് ഒരു കുറച്ച് ഹൽദി, മെഹന്തി അല്ലേ, മൈലാഞ്ചി ഇടീൽ ചടങ്ങെന്ന് പറഞ്ഞ ഒരു എന്തും വേണ്ടി എത്ര ലക്ഷം രൂപകളാണെന്നറിയാം ഓരോ ഇങ്ങനെ പേരും പറഞ്ഞ് പോകുന്നത്. പക്ഷേ ഇത് ഒരുപാട് പേർക്ക് തൊഴിലാവുന്നുണ്ട്. ഇപ്പം മെഹന്തി കയ്യിൽ ഈ മൈലാഞ്ചി ഇടുന്നതിന് വേണ്ടി പ്രത്യേക ഒരു ടീം തന്നെയുണ്ട്. അവരിട്ട് വന്നിട്ട് അത് ഒരു ഫിക്സഡ് റേറ്റാണ്, അവർക്കത് കൊടുത്തേ ഒക്കത്തുള്ളൂ. പിന്നെ ഓഡിറ്റോറിയം ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ടീം, അവർക്ക് കുറേ പൈസ. പിന്നെ കല്യാണ കുറി തന്നെ ഏതൊക്കെ തരത്തിലുള്ളതാണ് അല്ലേ, എത്ര രൂപയുടെയൊക്കെ വേണം. അപ്പോൾ ഇതൊക്കെ എത്ര രൂപയാണ് അല്ലേ ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. ലളിതമായ ചടങ്ങുകളിൽ നിന്നും അതിസങ്കീർണവും ചിലവേറിയതുമായ ആഘോഷങ്ങളിലേക്ക് വിവാഹം മാറിയിരിക്കുന്നു അല്ലേ. എന്നിരുന്നാലും വിവാഹത്തിൻ്റെ ആചാരങ്ങൾ മാറ്റങ്ങളോടുകൂടി പിന്തുടരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ സംസ്കാരം ഒരേ സമയം പാരമ്പര്യത്തെയും ആധുനികതയെയും ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഇതിനകത്തുള്ള തെയ്യത്തെക്കുറിച്ചൊന്ന് പഠിക്കാനുണ്ട് കേട്ടോ. തെയ്യം അത് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഓക്കെ, നമ്മൾ അതിൻ്റെ ലാസ്റ്റിലോട്ട് പോവുകയാണ്. വടക്കൻ തെയ്യം, ഇത് നിങ്ങൾ എഴുതി തന്നെ എടുക്കണം. വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം കേട്ടോ. നല്ല ഒരു ഇതാണ് നമ്മുടെ സമ്പ്രദായത്തിൻ്റെ കൾച്ചർ ഈസ് കസ്റ്റമറി, സംസ്കാരം, നമ്മുടെ സംസ്കാരം തെയ്യം. വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. വൈവിധ്യപൂർണമായ ചടങ്ങുകളാണ് തെയ്യത്തിനുള്ളത്. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങിന് പറയുന്ന പേര് അടയാളം കൊടുക്കൽ എന്നാണ്. തെയ്യം കെട്ടുന്ന ആള് 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കാറുണ്ട്. വർഷത്തിൽ ഒരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത്. ആധുനിക കാലത്തും നിലനിൽക്കുന്ന തെയ്യം അനുഷ്ഠാനങ്ങളുടെ തുടർച്ചയും സാംസ്കാരിക പൊലിമയും വിളിച്ചോതുന്ന ഗ്രാമക്കാഴ്ചകളാണ് എന്നാണ്. തെയ്യത്തിൻ്റെ അവതരണമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. തെയ്യം പോലുള്ള നിരവധി അനുഷ്ഠാന കലകൾ കേരളത്തിൽ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിഫലിക്കുന്നു. ഇതുപോലെ നമ്മുടെ സമൂഹത്തിലും നിരവധി സമ്പ്രദായിക രീതികൾ നിലനിൽക്കുന്നുണ്ട്. അവ പൂർവികരിൽ നിന്നും പുതുതലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുമുണ്ട്. അതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ, അതാ ഞാൻ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോയി. നോക്കിയേ, തെയ്യത്തെക്കുറിച്ച് മലയാളം മീഡിയക്കാരെ ചെറിയ പോയിന്റ് നോക്കി ഇത്ര എഴുതിയാൽ മതി. വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങിൻ്റെ പേര് ഒരു മാർക്കിന് ചോദിക്കും. അടയാളം കൊടുക്കൽ എന്നാണ്. അടയാളം കൊടുക്കൽ എന്നാണ്. തെയ്യം കെട്ടുന്ന ആൾ 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കാറുണ്ട്. വർഷത്തിലൊരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത്. മലയാളം മീഡിയക്കാർ ദാണ്ട് ഈ തെയ്യം എന്നുള്ളത് ദാണ്ട് ഇത്രയങ്ങ് എഴുതിയെടുക്കണം. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കൂ നിങ്ങൾ. തെയ്യം ഈസ് എ കസ്റ്റമറി ആർട്ട് ഫോം ഫ്രം നോർത്തേൺ കേരള. ദ ഫസ്റ്റ് റിച്വൽ ഇൻ തെയ്യം ഈസ് എന്താ? അടയാളം കൊടുക്കൽ, വിച്ച് ഇൻവോൾവ് ഷെഡ്യൂളിംഗ് ദ ഡേറ്റ് ഫോർ തെയ്യം ആൻഡ് പ്രിപ്പയറിംഗ് ദ ആർട്ടിസ്റ്റ് ടു ഡൺ ദ കസ്റ്റം. The artist performing തെയ്യം observes വ്രതം for 1 to 7 days. തെയ്യം ഈസ് പെർഫോംഡ് അറ്റ് കാവ് ആൻഡ് അതർ പ്ലേസ് 1 a year. വർഷത്തിൽ ഒരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടി ആടുന്നത്
കേട്ടോ. തെയ്യം കെട്ടുന്ന ആൾ അതായത് 7 ദിവസം 1 മുതൽ 7 ദിവസം വരെ വ്രതം എടുത്തിട്ടാണ് ഇത് നടത്തുന്നത്. അതായത് ആദ്യം ഇടുന്ന ആ കോലത്തിന് പറയുന്ന പേര് അടയാളം കൊടുക്കലെന്നാണ് കേട്ടോ. അപ്പോൾ 21 ഏതാണ്ട് ഈ പറഞ്ഞ ബോക്സിൽ ഏതാണ്ട് ഞാൻ എഴുതിയ കുഞ്ഞുങ്ങളെ ലേൺഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചെടുക്കുന്നതാണ് ലേൺഡ് എന്ന് പറയുന്നത് അല്ലേ. കസ്റ്റം ഓഫ് പടയണിയുടെ ചടങ്ങുകളാണ് പഠിച്ചെടുക്കുന്നത്. കസ്റ്റമറി സാമ്പ്രദായികമാണ് യഥാർത്ഥ പൂക്കളം. പണ്ട് മുതലേ ഇങ്ങനെ എല്ലാവരും വന്ന് ഇങ്ങനെ അടുത്തടുത്ത തലമുറയിലേക്ക് പോവുക. സിംബയോളിക് പ്രതീകം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തെ സൂചിപ്പിക്കുന്നത് വെള്ള നിറമാണ് കേട്ടോ. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് ടെസ്റ്റിൽ, അത് വെച്ചായി പറയുന്നത് വൈറ്റ് സിഗ്നിഫൈയിങ് പീസ്. പിന്നെ ഷെയർഡ് പങ്കുവയ്ക്കുന്നത് ഇവന്റ് മാനേജ്മെന്റ്. ഡൈനാമിക് എന്ന് വെച്ചാൽ ചലനാത്മകമാണ്. ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഹാവിങ് ഓണം ഫീസ്റ്റ് ടുഗദർ. എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്ന് ഓണസദ്യ കഴിക്കുന്നു. ഈ ഓപ്ഷൻ എല്ലാം നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അത് അതാത് രീതിയിൽ പറക്കി എഴുതാൻ പറഞ്ഞതാണ്. ഇത് ഇത്രയും എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നമുക്കൊരു പാർട്ട് കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ തീരത്തുള്ളൂ. സാംസ്കാരിക മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് അത് നമുക്ക് പാർട്ട് 3-ലിടാം. പാർട്ട് 1-ൽ 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് 20 മൊത്തം കൂടി 21 ക്വസ്റ്റ്യൻ ഉണ്ട്. വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. എഴുതിയെടുത്തിട്ട് കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ. എന്നിട്ട് ബാക്കി നമുക്ക് പാർട്ട് 3-ലിടാം. മൊത്തം കൂടെ പാർട്ട് 3-ലിട്ട് ഫുൾ നോട്ട് തരാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.